നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബോർഡിംഗ് സംവിധാനമുള്ള ഒരു സ്കൂളിന്റെ ബ്രോഷർ. ദിയമോളെ നമുക്ക് അവിടെ നിർത്തി പഠിപ്പിക്കാം. എന്റെ മോളെപ്പോലെയാ വന്ദന. ദുഃഖങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ളവളാ. അവളെ എന്റെ മകൻ തലോടി ആശ്വസിപ്പിച്ചെങ്കിൽ അതവന്റെ കടമയാ. അവനെക്കാളും മുതിർന്നവളല്ലേ വന്ദന. ശ്യാം ഇപ്പോഴൊന്നും തിരിച്ചു വരരുതേ. അങ്ങയുടെ കണ്ണിപ്പെട്ട പ്രശ്നമാവും. ദേവി, അവന്റെ മനസ്സും ശരീരവും വേദനിക്കുന്നത് എനിക്ക് സഹിക്കില്ല. വർഷയും വന്ദനയും സ്വന്തം അപ്പച്ചിയുടെ മക്കളാണെന്ന് ശ്യാം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. അവൻ സ്വന്തം അമ്മാവന്റെ മകനാണെന്ന് അവരും അറിഞ്ഞിട്ടില്ല. പരസ്പരം അറിയാതെയുള്ള സ്നേഹബന്ധം. പരസ്പരം അറിഞ്ഞില്ലെങ്കിലും രക്തബന്ധത്തിന് അങ്ങനെ ഒരു ആകർഷണം ഉണ്ടെന്ന് ഭഗവതി അവരെ തോന്നിപ്പിക്കുന്നതാകാം. എല്ലാം അമ്മയുടെ ലീലാവിലാസം. രാത്രി ഇത്രയും നേരമായിട്ട് അവൻ തിരിച്ചു വന്നിട്ടില്ല. ഇനിയോട്ട് അവൻ വരുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അവന്റെ അന്ത്യോർക്കം അലവലാതി മാധവന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. മോഷിച്ചവൻ. മാനത്തെ കൊട്ടാരം കെട്ടി എന്നെ തോൽപ്പിക്കാനായിരുന്നു അവളുടെ പാവം. അതേതായാലും നടന്നില്ല. ഇനിയോട്ട് നടക്കാനും പോണില്ല. പ്രണയ സാഫല്യത്തിന് വേണ്ടി എന്ത് നെറുകേടും കാണിച്ചു കൂട്ടുന്ന ദുഷ്ടക്കൂട്ടങ്ങളല്ലേ. ഇപ്പൊ എന്റെ മോനെ വലവീശി പിടിച്ച് എന്നെ തോൽപ്പിക്കാനാ ആ ഉരുമ്പട്ടോളുടെ ഭാവം. അങ്ങനെ ഒരു സാഹചര്യം വന്നാ എടി ചന്ദ്രികയെ, ശ്യാമിന്റെ ജഡമേ നിനക്ക് കിട്ടും. ജഡം. ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്ന എന്റെ മോനാ. പക്ഷെ അവനെ കൊല്ലാൻ പോലും മടിക്കല്ലേ ഈ കാര്യത്തിൽ. ഞാൻ എനിക്ക് ഏറ്റവും വലുത് എന്റെ കുടുംബത്തിന്റെ അഭിമാനം. അച്ഛനിപ്പോ ഒറ്റയ്ക്ക. വിക്രം ആരാണെന്നും എന്താണെന്നും അച്ഛനെ ബോധ്യപ്പെടുത്താൻ ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. പറ. അച്ഛന് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ അച്ഛന് എന്നോട് പറയാനുള്ളത്? ഇതെന്താ അച്ഛാ? പറയാം. അച്ഛൻ ഒരു കാര്യം പറഞ്ഞ മോൾ അതനുസരിക്കണം. ഇതൊരു ബ്രോഷറാ.
ബോർഡിംഗ് സംവിധാനമുള്ള ഒരു സ്കൂളിന്റെ ബ്രോഷർ. ദിയ മോളെ നമുക്ക് അവിടെ നിർത്തി പഠിപ്പിക്കാം. ദിയ മോളിനെ അവിടെ നിൽക്കട്ടെ. അവളുടെ ഭാവിക്ക് നല്ലതാ. എന്താ മോളെ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷെ അത് നടക്കില്ല. അവളെ ബോർഡിങ്ങിൽ നിർത്തി പഠിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. വന്ദനം. അച്ഛാ, മോളെ എന്നെ വേർപിരിക്കാൻ നോക്കരുത്. വന്ദനം, നീ എന്റെ മകളാ. ഞാൻ നിന്നെ ദത്തെടുത്ത് വളർത്തിയൊന്നുമല്ല, എന്റെ രക്തമാ. എവിടുന്നോ വന്നൊരു പെൺകുട്ടി കാരണം നിന്റെ ഭാവി തകർന്നടിയുന്നത് കണ്ടോണ്ടിരിക്കാൻ എനിക്കാവില്ല. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. അനുസരിച്ചിട്ടേ ഉള്ളൂ ഇന്ന് വരെ. പക്ഷെ ഇത് പറ്റില്ല. നീ എന്റെ മോളാ. എനിക്ക് നീയാ മകള്. ഒരു അന്യന്റെ മകളായ ദിയ മോളെ കുറിച്ച് നിനക്ക് ഇത്ര വേവലാതിയോ? അപ്പോ എന്റെ സ്വന്തം മകളായ നിന്നെ കുറിച്ച് എനിക്ക് വേവലാതിപ്പെട്ടൂടെ? അതിനെക്കുറിച്ച് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ജീവിതം വെറുത്ത അവസ്ഥയല്ല ഞാൻ. എപ്പോഴാ വഴിയിൽ വീണ് ചാകുമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. നിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു പോകും. വേണ്ടി വന്ന ഈ കൈകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ പിടിച്ച. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അനുസരിച്ചേ പറ്റൂ. മോളെയും കൊണ്ട് ഞാൻ പോവാ എങ്ങോട്ടെങ്കിലും. ഒന്നും പറ്റിയില്ലെങ്കിൽ മരണത്തിലേക്ക്. എന്നാലും എന്റെ മോളെ ഒറ്റയ്ക്കാക്കില്ല ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.